വികാരിയെ ഇടവകയിൽ പ്രവേശിപ്പിക്കാത്ത മൂഴിക്കുളത്ത് 100-ലേറെ വിമത വൈദികർ ചേർന്ന് സമരക്കുർബാന. കർശന നടപടിയിലേക്ക് സഭ. കടുത്ത അച്ചടക്ക നടപടികൾ ക്ഷണിച്ചു വരുത്തുന്ന പരിപാടികളിലേക്ക് എറണാകുളത്തെ വിമത വൈദികർ കരുതിക്കൂട്ടി തന്നെ കടന്നിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5:30 മൂഴിക്കുളം ഫൊറോന ദേവാലയത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രതിഷേധ കുർബാനയിൽ നിന്ന് പിന്മാറണമെന്ന് സമരപരിപാടിക്ക് നേതൃത്വം നൽകുന്ന വൈദികർക്ക് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കർശന താക്കീത് നൽകിക്കഴിഞ്ഞു. ഏകദേശം 150ഓളം വൈദികർ ദേവാലയം പിടിച്ചെടുത്ത് നിയമവിരുദ്ധമായി കുർബാന അർപ്പിക്കുവാൻ എത്തുമെന്നാണ് സൂചനകൾ. പരിശുദ്ധ കുർബാനയെ തെറ്റായ ഉദ്ദേശത്തോടെ വീണ്ടും ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യമാണ് മൂഴിക്കുളത്ത് ഒരുങ്ങുന്നത്. ഇടവക വികാരിയായി നിയമിതനായ ഫാദർ ആന്റണി പുതുവേലിയെ ഗേറ്റുകൾ ദേവാലയത്തിന്റെ അകത്തു നിന്നും പൂട്ടി പ്രവേശിക്കാൻ അനുവദിക്കാതെ മടക്കിവിട്ട ഇടവകയാണ് മൂഴിക്കുളം. തുടർന്ന് ഇടവക വികാരിയുടെ അനുവാദമില്ലാതെ അതിരൂപതയിലെ വിവിധ വൈദികർ അൾത്താര കൈയടക്കി വിശുദ്ധ കുർബാന ആരംഭിച്ചു. എറണാകുളം ബസിലിക്ക അനന്തമായി പൂട്ടിക്കാൻ ഉപയോഗിച്ച അതേ തന്ത്രത്തിന്റെ അടുത്ത പരീക്ഷണത്തിലേക്ക് വിമത വൈദികർ കടക്കുമ്പോഴാണ് കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് സഭ കടക്കുന്നത്. അതിരൂപതയിലെ 100ഓളം വിമത വൈദികരെ അണിനിരത്തി സമരകുർബാന അർപ്പിക്കുന്നതിനു വേണ്ട ആസൂത്രണം നടത്തുന്ന വിമത വൈദിക നേതാക്കളായ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ, ഫാദർ ലൂക്കോസ് കുന്നത്തൂർ എന്നിവർക്കും മൂഴിക്കുളം ദേവാലയം പൂട്ടിയതിന്റെ തുടർന്നുള്ള ദിവസം ഇടവകയിൽ വികാരിയുടെ അനുമതിയില്ലാതെ ദിവ്യബലി അർപ്പിച്ച റിട്ടയർഡ് വൈദികൻ ഫാദർ പോൾ ചക്കിയാനുമാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ കത്ത് ലഭിച്ചത്. ഇന്ന് നടത്തുന്ന സമര കുർബാന സഭാ നേതൃത്വത്തിനും ഇടവക വികാരിക്കും സിനഡിന്റെ തീരുമാനങ്ങൾക്കും മാർപ്പാപ്പയ്ക്കുമെതിരായ പ്രവൃത്തിയാണെന്ന് ഓർമ്മിപ്പിച്ച അഡ്മിനിസ്ട്രേറ്റർ തീരുമാനത്തിൽ നിന്ന് വൈദികരെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ അത് അനുസരണമില്ലായ്മയും സഭാ നേതൃത്വത്തിനും എതിരായ പ്രവൃത്തികളായി കരുതി കടുത്ത നടപടിയെടുക്കും എന്ന സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്.